ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം ചെയ്ത വീഡിയോകളിലെല്ലാം നമ്മൾ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ് ഇതെല്ലാമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്, ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ ഒന്നുമില്ല. അതിനു പകരം റൂട്ടിങ്ങിലൂടെ ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒരു വർഷം കൊണ്ട് മാവ് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വന്നിരിക്കുന്നത് ഇതാണ് മരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നിരിക്കുന്നത്. നല്ല തളിരൊക്കെ വന്ന് നിൽക്കുന്ന നല്ല ഒരു ഇല. ഈ കമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ഇലകളെല്ലാം സ്ട്രോങ് ആണ്, കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ റൂട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കറ്റാർവാഴ, രണ്ട് കറ്റാർവാഴയുടെ രണ്ട് നല്ല മാംസളമായിട്ടുള്ള രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടിന്നും ഒരു ചെറിയ ടിന്നും, കൂടാതെ ഒരു ചെറിയ 1/2 ലിറ്റർ ബോട്ടിൽ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു അരപ്പാത്രം വെള്ളമുണ്ട്, അതേ ഉപയോഗിക്കുന്നുള്ളൂ. ഇളം കമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മാവിൻ്റെ കമ്പാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യം പൂത്ത് കായ്ച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കായ്ക്കാൻ വേണ്ടിയിട്ട് പൂവിട്ടിരിക്കുകയാണ്. കുറച്ച് തളിരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തളിരുള്ള ഒരു ഇലയാണ് എടുക്കുന്നത്. തളിരില എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇലയ്ക്ക് ഇല്ലാത്ത ഇല, തളിര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇല എടുക്കുക. ഇപ്പം ഈ ഇല ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസാണ് കൃത്യമായിട്ട് ഇത് കാണുന്നത്. ഇതിന് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ അടിവശത്തുള്ള ചെറിയ ചെറിയ ഇലകളെല്ലാം ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക, ഒടിച്ച് കളയരുത്. ഇത് അടിവശത്തുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഏറ്റവും മേലെയുള്ള ഒരു 5 ഇല മാത്രം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ചെയ്യുന്നത് പോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കളയുക. ഒരു ഹാഫ് ഇല കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇളം തളിരിലകളിലൊന്നും കട്ട് ചെയ്യാതെ നോക്കുകയും ചെയ്യണം. ഇപ്പം നമ്മൾ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കാണുന്ന ആ ഭാഗത്ത് ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ആ ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കാരണം ആ ഭാഗത്താണ് നമ്മൾ ശരിക്ക് ഇത് വേരുകൾ പിടിച്ചു വരുന്നത്. അത് സൈഡ് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അടിവശത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് ചിരണ്ടി കൊടുക്കുന്നുണ്ട്. തോല് പൊളിച്ചൊന്നും കളയുന്നില്ല. അതിൻ്റെ അടിവശത്തെ ആ പച്ചപ്പൊന്ന് വരാൻ വേണ്ടിയിട്ട്, ഒന്ന് ചെറുതായിട്ട് വേര് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചിരണ്ടി കളയുന്നുണ്ട്. അത് മാത്രമാണ് നമ്മളിപ്പം ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ആ വെള്ളത്തിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പൊന്ന് ഊരിയെടുത്തിട്ട് അടപ്പിന് ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കമ്പ് ഇറങ്ങാൻ പാകത്തിന് ഒരു ചെറിയ തുളയ്ക്കുക. ഇപ്പം സിസേഴ്സ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് തുളയ്ക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയ വെച്ചിട്ട് തുളയ്ക്കുകയും ചെയ്യാം. ഒന്ന് തുളച്ച് ഏകദേശം ഇത് ഇറങ്ങിപ്പോകാൻ പാകത്തിന്, അവിടെ ഇവിടെയൊന്നും തട്ടാതെ ഇറങ്ങിപ്പോകാൻ പാകത്തിന് ഒരു ഹോളാക്കി റെഡിയാക്കി എടുത്ത് വെക്കുക. ഇപ്പോൾ ഹോളെല്ലാം റെഡി ആയിട്ടാണ്. നമുക്കൊന്ന് അടപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചേക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ അടപ്പിൻ്റെ കാര്യം. അടപ്പെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ ആ മാംസളമായ ഭാഗം, ആ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ആ കറ്റാർവാഴയുടെ മാംസളമായിട്ടുള്ള ഭാഗത്തിലോട്ട് ഇതിൻ്റെ കമ്പ് എത്രത്തോളം ഇറക്കി വിടാൻ പറ്റുമോ, പ്രത്യേകിച്ച് നമ്മൾ ആ ചിരണ്ടി വെച്ച വശം ശരിക്ക് ഇറക്കി വിടുക. ഇറക്കി നല്ല പോലെ അതിലോട്ട് ആ കറ്റാർവാഴയുടെ ആ മാംസളമായിട്ടുള്ള ഭാഗവും ആ പശയും ശരിക്ക് പിടിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കുത്തി എടുക്കുക. ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്, ഈ കറ്റാർവാഴ ശരിക്കും ഒരു ആൻറ്റി ഫംഗലാണ്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേര് പിടിക്കാതിരിക്കാൻ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാംസളമായിട്ടുള്ള ഈ ജെല്ല് ചെല്ലുമ്പോൾ അത് ശരിക്ക് ആ അണുക്കൾ നശിച്ചു പോകും. അത് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും
ഇതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഈ കറ്റാർവാഴ ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ജെല്ല് പിഴിഞ്ഞിട്ട് ഈ നമ്മൾ കുത്തിവെക്കാൻ വെച്ചിരിക്കുന്ന ആ വെള്ളത്തിനകത്തോട്ട് ആ ജെല്ല് ശരിക്ക് അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എത്രത്തോളം അതിനകത്ത് നിന്ന് പിഴിഞ്ഞൊഴിക്കാൻ കഴിയുമോ അത്രത്തോളം പിഴിഞ്ഞൊഴിക്കുക. ഇനി ഞാൻ രണ്ടാമതൊരു കറ്റാർവാഴയുടെ തണ്ടും കൂടെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതും ശരിക്ക് മാക്സിമം ഇതിനകത്തോട്ട് പിഴിഞ്ഞ് ചിരണ്ടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളത്തിനകത്ത് എത്രത്തോളം ഒഴിക്കാൻ പറ്റുമോ ആ വെള്ളത്തിനകത്തുള്ള അണുക്കളും കാര്യങ്ങളും എല്ലാം നശിച്ചു പോവുകയും ഇതിന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി ബൂസ്റ്ററായിട്ട് കിട്ടുകയും ചെയ്യും. ഈ 2 ഉപകാരമാണ് കറ്റാർവാഴയും കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ രണ്ടാമത്തെ കറ്റാർവാഴയും എടുത്തു. ആ രണ്ടാമത്തെ കറ്റാർവാഴയും അതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ വെള്ളം നല്ലൊന്ന് കുലുക്കി മിക്സ് ചെയ്യുക. കാരണം ഈ വെള്ളത്തിലെല്ലാം നല്ലപോലെ ആ ജെല്ല് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ അടപ്പെടുത്തു. അടപ്പിനകത്തോട്ട് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കുക. അളവിൽ ഇറങ്ങി നിൽക്കാൻ നമ്മുടെ ചിരണ്ടി വെച്ച ആ വെളുത്ത ഭാഗം മാത്രം ഇതിനോട് മുട്ടി നിൽക്കണം. അതേ അവസ്ഥയിൽ വേണം മുകളിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ അതേൽ മുട്ടി നിൽക്കണം. ആ വെള്ളത്തോട് മുട്ടി നിൽക്കുന്ന ആ അവസ്ഥയിലായിരിക്കണം നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇരിക്കേണ്ടത്. ഒരുപാട് താഴോട്ടും പോകരുത്, മേലെ നിൽക്കുകയും ചെയ്യരുത്. വെള്ളത്തിൽ മുട്ടി ഒരു ചെറിയ അംശം മാത്രം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുക. അതിനുശേഷം ആ ചെറിയ ടിന്നെടുത്തിട്ട് ആ ചെറിയ ടിന്നിന് അകത്തോട്ട് നമ്മൾ വെച്ച് കൊടുത്തു. ചെറിയ ടിന്നിനകത്തോട്ട് വെച്ച് കൊടുത്തു. അതൊന്ന് ലെവലാക്കി വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടെന്ന് നോക്കുക. തൈയൊക്കെ നല്ല ലെവലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അടിവശം കുറച്ച് ചെരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, വെള്ളത്തിൽ മുങ്ങിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മേലെ വശം നല്ല ലെവലായിട്ടിരിക്കുക. അടുത്തത് വലിയ ടിന്നാണ് വെക്കുന്നത്. വലിയ ടിന്ന് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. വലിപ്പത്തിൽ വലിയ ടിന്നാണെങ്കിൽ, വലിപ്പത്തിൽ കൂടുതൽ ടിന്നാണെങ്കിൽ നിങ്ങൾ കുത്തനെ ഇറക്കി വെച്ചാൽ മതി. പക്ഷേ ചെറിയ ടിന്നാണെങ്കിൽ സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് കുറച്ച് പൊങ്ങി നിൽക്കാൻ പാകത്തിന് നിൽക്കുക. കാരണം ഒരു കാരണവശാലും ആ ഇല ഈ ടിന്നിൽ മുട്ടരുത്. ഇലയുടെ മുകളിലോട്ട് ഒരു 3 ഇഞ്ച് പൊക്കത്തിൽ വേണം ടിന്ന് കവർ ചെയ്ത് വെക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ വലിയ ടിന്നാണെങ്കിൽ ഇതെല്ലാം ഓക്കെയാണ്. ഇപ്പം ഞാനൊരു സപ്പോർട്ട് കൊടുത്തിട്ടാണ്, ഈ ടിന്നിന് തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് നിർത്തുന്നത്. ഇനി ഒരു 21 ദിവസം അധികം സൂര്യപ്രകാശം ഒന്നും ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഇതെടുത്ത് മാറ്റി വെക്കുക. 21 ദിവസത്തിന് ശേഷം 21 ദിവസം തൊട്ട് 25 ദിവസം കഴിയുമ്പോൾ ഇതിൽ വേരുകൾ വരികയും ഈ വേരുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോട്ടോ ചെടിച്ചട്ടിയിലോട്ടോ മാറ്റി ഇത് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഈ മുള ആക്റ്റീവായിട്ട് വന്ന് അതിൽ നിന്ന് പൂവെടുക്കുന്ന ഒരു മരത്തിലോട്ട് ചെറിയ ഒരു കുറ്റിത്തടിയിൽ തന്നെ കാ വരുന്ന ഒരവസ്ഥയിലോട്ട് വരും. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.